അനാഥാലയത്തിന്റെ പടികൾ ഇറങ്ങുന്ന നിമിഷം അത് ഒരു യാത്രയുടെ തുടക്കം മാത്രമായിരുന്നു. പിന്നിൽ അവൾക്കറിയാവുന്ന ഏക ലോകം, മുന്നിൽ അവൾക്കറിയാത്ത ഒരു ജീവിതം. ഈ വഴി ശരിയാണോ എന്ന സംശയം അവളുടെ മനസ്സിൽ നിശബ്ദമായി വളർന്നു. അവൾ പോകുന്നത് ഒരു സുരക്ഷിത ഇടത്തിലേക്കാണോ അതോ മറ്റൊരു പരീക്ഷണത്തിലേക്കോ? അവൾ ചിന്തിച്ചില്ല ആ പടികൾ ഇറങ്ങുമ്പോൾ അവളുടെ ജീവിതം ഇങ്ങനെ മാറുമെന്ന്. കാർ മുന്നോട്ടു നീങ്ങി. നഗരത്തിന്റെ തിരക്കുകൾ പിന്നിട്ട് ആ കാർ ഒരു വലിയ ഗേറ്റിന് മുന്നിൽ വന്നു നിന്നു. ശ്രീവിലാസം. ഒരു കൊട്ടാരം പോലെ തോന്നിക്കുന്ന ആ വീടിന്റെ മുന്നിൽ അനാമിക നിശബ്ദയായി നിന്നു. കാർ പോർച്ചിൽ വന്നു നിന്നപ്പോൾ അനാമികയുടെ നെഞ്ചിടിപ്പ് കൂടി. അനാഥാലയത്തിലെ ലളിതമായ ജീവിതത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ആഡംബരത്തിന്റെ ലോകം. മുൻവാതിൽ തുറന്ന് അരുണിന്റെ അമ്മ ദേവകി അമ്മയും സഹോദരി ആശയും പുറത്തേക്ക് വന്നു. സാധാരണ ഒരു പുതിയ മരുമകൾ വരുമ്പോൾ കാണാറുള്ള നിലവിളക്കും താലപ്പൊലിയും ആവേശവും ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ദേവകിയമ്മയുടെ മുഖം കാർമേഘം പോലെ ഇരുണ്ടിരുന്നു. അരുൺ കാറിൽ നിന്നിറങ്ങി അനാമികയെ ചേർത്തു പിടിച്ചു. വാ, നമുക്കകത്തേക്ക് പോകാം. അവർ പടികൾ കയറി വാതിൽക്കലെത്തിയപ്പോൾ ചടങ്ങുകൾക്ക് വേണ്ടി ഒരു നിലവിളക്ക് പേരിന് മാത്രം അവിടെ വെച്ചിരുന്നു. ദേവകിയമ്മ അനാമികയുടെ മുഖത്ത് നോക്കാതെ യാന്ത്രികമായി തട്ടത്തിൽ നിന്നും കുറച്ച് അരിയും പൂവും എടുത്തു. വലതുകാൽ വെച്ച് കയറിക്കോ. അമ്മയുടെ ശബ്ദത്തിൽ ഒരു അനുഗ്രഹത്തിന്റെ ലാഞ്ചന പോലും ഉണ്ടായിരുന്നില്ല. അതൊരു കൽപ്പന പോലെയാണ് തോന്നിയത്. അനാമിക വിറയ്ക്കുന്ന കാലുകളോടെ നിലവിളക്ക് കൊളുത്തി വലതുകാൽ വെച്ച് ആ വലിയ വീടിന്റെ അകത്തേക്ക് കയറി. ആ വീടിന്റെ തണുപ്പ് അവളുടെ മനസ്സിനെയും മരവിപ്പിച്ചു. ഹാളിലെ സോഫയിൽ അരുണിന്റെ അച്ഛൻ മാധവൻ നായർ ഇരിക്കുന്നുണ്ടായിരുന്നു. അനാമികയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു വാത്സല്യം മിന്നിമറഞ്ഞു. ഒരു പാവ മനുഷ്യനായിരുന്നു അദ്ദേഹം. ദേവകിയമ്മയുടെ അധികാരത്തിനു മുന്നിൽ ശബ്ദമുയർത്താൻ അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. അനാമിക അദ്ദേഹത്തിന്റെ കാൽക്കൽ വണങ്ങി. അച്ഛാ. അദ്ദേഹം എഴുന്നേറ്റ് അവളുടെ തലയിൽ കൈവയ്ക്കാൻ തുനിഞ്ഞതും ദേവകിയമ്മയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടു. അവളോട് വല്ലാതെ കുശലം പറയാൻ നിൽക്കണ്ട. വന്നു കയറിയ ഉടനെ മഹാറാണിയെ പോലെ വാഴിക്കാനൊന്നും നോക്കണ്ട. മാധവൻ നായർ പെട്ടെന്ന് കൈ പിൻവലിച്ചു. അദ്ദേഹം നിസ്സഹായനായി അനാമികയെ ഒന്ന് നോക്കി. പിന്നെ തല താഴ്ത്തി മുറിയിലേക്ക് പോയി. അരുൺ അനാമികയെ കൂട്ടി മുകളിലത്തെ നിലയിലുള്ള തന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. വാതിൽ തുറന്നപ്പോൾ അനാമിക അത്ഭുതപ്പെട്ടുപോയി. ആ വലിയ മുറിയുടെ ഒരു കോണിൽ അവൾക്കായി ഒരു ചെറിയ ലോകം തന്നെ അരുൺ ഒരുക്കിയിരുന്നു. ഒരു പുതിയ പഠനമേശ, അതിൽ ഒരു ലാപ്ടോപ്പ്, അവൾക്കിഷ്ടപ്പെട്ട ആർക്കിടെക്ചർ പുസ്തകങ്ങൾ, വരയ്ക്കാനുള്ള പേപ്പറുകൾ എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് നിന്റെ ലോകം, അരുൺ അവളെ പിന്നിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. താഴെ ആരെന്തു പറഞ്ഞാലും ഈ മുറിയിൽ നീ എന്റെ റാണിയാണ്. നിന്റെ സ്വപ്നങ്ങൾക്കുള്ള ചിറകുകൾ ഇവിടെയുണ്ട്. അനാമികയുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് ഇതിന് അർഹതയുണ്ടോ അരുണേട്ടാ? ഉണ്ട്. നീ നേടിയെടുത്തതാണ് ഇതെല്ലാം. അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ആ രാത്രി ആ 4 ചുവരുകൾക്കുള്ളിൽ അവർ പരസ്പരം ആശ്വസിപ്പിച്ചു. പുറത്തെ ലോകം അവർക്കെതിരാണെങ്കിലും തങ്ങളുടെ സ്നേഹം കൊണ്ട് അതിനെ അതിജീവിക്കുമെന്ന് അവർ പ്രതിജ്ഞയെടുത്തു. അരുണിന്റെ അവധിക്ക് ഇനി വെറും ഒരാഴ്ച മാത്രം. ആ ദിവസങ്ങളിൽ അനാമിക പരമാവധി അരുണിന്റെ അമ്മയെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. രാവിലെ എഴുന്നേറ്റ് അവൾ അടുക്കളയിൽ ചെന്നു. അമ്മേ, ഞാൻ ചായ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ, ഓ, അനാഥ മന്ദിരത്തിലെ ചായയൊന്നും ഇവിടെയുള്ളവർക്ക് പിടിക്കില്ല. നീ ആ പാത്രം കഴുകി വെക്ക് എന്നായിരുന്നു ദേവകിയമ്മയുടെ മറുപടി. അനാമിക സങ്കടം കടിച്ചമർത്തി പണികൾ ചെയ്തു. എന്നാൽ അരുൺ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ അടുക്കളയിൽ വന്ന് അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ അനാമികയ്ക്ക് ചായ പകർന്നു നൽകി. എന്റെ ഭാര്യ ഉണ്ടാക്കുന്ന ചായ എനിക്ക് കുടിക്കണം എന്ന് പറഞ്ഞ് അവൻ അവളെ ചേർത്തു നിർത്തി. അമ്മയുടെ മുഖം ഇത് കണ്ട് മങ്ങിപ്പോയി. വൈകുന്നേരങ്ങളിൽ അരുൺ അവളെയും കൂട്ടി പുറത്തുപോയി. കടൽ തീരത്തും പാർക്കിലും അവർ സമയം ചിലവഴിച്ചു. ആ സമയങ്ങളിൽ അനാമിക തന്റെ സങ്കടങ്ങൾ മറന്നു. നീ ചിരിക്കുമ്പോൾ എന്തു ഭംഗിയാണെന്നറിയാമോ? അരുൺ പറയുമ്പോൾ അവൾ നാണത്തോടെ മുഖം താഴ്ത്തി. ദിവസങ്ങൾ പറന്നുപോയി. അരുൺ തിരിച്ചു പോകേണ്ട ദിവസം വന്നെത്തി. തലേ ദിവസം രാത്രി അവർ രണ്ടുപേരും ഉറങ്ങിയില്ല. അരുൺ അനാമികയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അനാമിക, എനിക്കറിയാം നിന്നെ ഇവിടെ തനിച്ചാക്കി പോകാൻ പാടില്ലെന്ന്. പക്ഷേ നമ്മുടെ ഭാവിക്ക് വേണ്ടി എനിക്ക് പോയേ തീരൂ. ഞാൻ പോയി വരും.
അതുവരെ നീ പിടിച്ചു നിൽക്കണം. ഞാൻ കാത്തിരിക്കും വരണേട്ടാ, എത്ര കാലം വേണമെങ്കിലും, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അരുൺ അവൾക്കൊരു ഡയറി സമ്മാനിച്ചു. ഇതിൽ നീ നിന്റെ സ്വപ്നങ്ങൾ എഴുതണം, സങ്കടങ്ങൾ എഴുതണം. ഞാൻ വരുമ്പോൾ ഇത് നിറഞ്ഞിരിക്കണം. പക്ഷേ സങ്കടങ്ങൾ കൊണ്ടാവരുത്, നിന്റെ ഡിസൈനുകൾ കൊണ്ടാകണം. പിറ്റേന്ന് രാവിലെ മുറ്റത്ത് ടാക്സി വന്നു നിന്നു. അരുൺ എല്ലാവരോടും യാത്ര പറഞ്ഞു. അച്ഛൻ മകനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അമ്മയും ആശയും ഉപചാരത്തിന് എന്തൊക്കെയോ പറഞ്ഞു നിന്നു. അവസാനം അരുൺ അനാമികയുടെ അടുത്തേക്ക് വന്നു. അവൾ കരച്ചിലടക്കാൻ പാടുപെടുകയായിരുന്നു. അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളുടെ കണ്ണുനീർ തുടച്ചു. കരയല്ലേ നീ, കരഞ്ഞാൽ എനിക്ക് പോകാൻ തോന്നില്ല, അവൻ ഇടർന്ന ശബ്ദത്തിൽ പറഞ്ഞു. ധൈര്യമായിരിക്കണം, എല്ലാ ദിവസവും ഞാൻ വിളിക്കും. അരുൺ കാറിൽ കയറി. കാർ ഗേറ്റ് കടന്നു പോകുന്നത് വരെ അനാമിക അവിടുന്ന് അനങ്ങിയില്ല. ആ കാർ കണ്ണിൽ നിന്നും മറഞ്ഞതും അവളുടെ ഹൃദയത്തിന്റെ പാതി അടർന്നു വീണതുപോലെ തോന്നി. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് വാതിൽക്കൽ കൈകെട്ടി നിൽക്കുന്ന ദേവകിയമ്മയെയും സഹോദരി ആശയെയുമാണ്. അവരുടെ മുഖത്ത് ഇത്തവണ ദേഷ്യമല്ല, മറിച്ച് ക്രൂരമായ ഒരു പുഞ്ചിരിയായിരുന്നു. അപ്പോൾ നിന്റെ രക്ഷകൻ പോയി അല്ലേ? ദേവകിയമ്മയുടെ സ്വരം മാറി. ഇനി ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്. അരുൺ പോയതോടെ അനാമികയുടെ നരകം തുടങ്ങി. അവളുടെ ഫോൺ ഉപയോഗം അവർ നിയന്ത്രിച്ചു. അരുൺ വാങ്ങി നൽകിയ ആർക്കിടെക്ചർ പുസ്തകങ്ങൾ ആശ എടുത്തു മാറ്റി അലമാരയിൽ പൂട്ടി. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി വൈകുന്നത് വരെ വീട്ടുജോലികൾ മുഴുവൻ അനാമികയുടെ തലയിലായി. വലിയ വീട് അടിച്ചുവാരുക, തുണി കഴുകുക, ഭക്ഷണം ഉണ്ടാക്കുക അതൊരു മരുമകളുടെ ജോലിയായിരുന്നില്ല, ഒരു വേലക്കാരിയുടെ ജോലിയായിരുന്നു. അച്ഛൻ മാധവൻ നായർ ഇതെല്ലാം കണ്ട് വേദനിച്ചെങ്കിലും ദേവകിയമ്മയുടെ മുന്നിൽ ഒരക്ഷരം മിണ്ടാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായില്ല. അരുൺ വിളിക്കുമ്പോൾ അനാമിക ഈ കാര്യങ്ങളൊന്നും പറയാതെ ശ്രദ്ധിച്ചു. ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു അരുണേട്ടാ എന്ന് പറഞ്ഞ് അവൾ കള്ളം പറഞ്ഞൊഴിഞ്ഞു മാറി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉച്ചയ്ക്ക് വീടിന്റെ ഗേറ്റിന് മുന്നിൽ ഒരു ഓട്ടോറിക്ഷ വന്നു നിന്നു. അടുക്കളയിൽ നിന്നും ജനലിലൂടെ നോക്കിയ അനാമിക കണ്ടത് ഓട്ടോയിൽ നിന്നിറങ്ങുന്ന സിസ്റ്റർ സൂസനെയും കുഞ്ഞുമാളുവിനെയുമാണ്. അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. മാളു, സിസ്റ്റർ. അവൾ പണി വകവെക്കാതെ പുറത്തേക്കോടി. കുഞ്ഞുമാള് ഓടി വന്ന് അനാമികയെ കെട്ടിപ്പിടിച്ചു. ചേച്ചി, ഞങ്ങൾക്ക് ചേച്ചിയെ കാണാൻ കൊതിയായിട്ട് ഓടി വന്നതാ. സിസ്റ്റർ സൂസൻ വാത്സല്യത്തോടെ അവളെ നോക്കി പുഞ്ചിരിച്ചു. പക്ഷേ ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല. ഉമ്മറത്തേക്ക് ഇറങ്ങി വന്ന ദേവകിയമ്മയും ആശയും ആ കാഴ്ച കണ്ട് മുഖം ചുളിച്ചു. ആരാ ഇത്? ചോദിക്കാനും പറയാനുമില്ലാതെ ആരാ ഈ വീട്ടിലേക്ക് കയറി വരുന്നത്? ദേവകിയമ്മയുടെ ശബ്ദം ഇടിമുഴക്കം പോലെ വന്നു. അനാമിക ഭയത്തോടെ പറഞ്ഞു, അമ്മേ, അമ്മയ്ക്കറിയില്ലേ, ഇത് അനാഥാലയത്തിലെ സിസ്റ്റർ. പിന്നെ ഇത് മാളു. ഓ, ആ അനാഥ മന്ദിരത്തിലെ പിച്ചക്കാരാണോ? ആശ പരിഹാസത്തോടെ ചോദിച്ചു. ഇനി ഇവരെ കൂടി തീറ്റിപ്പോറ്റണമോ അമ്മേ നമ്മൾ? സൂസൻ സിസ്റ്ററുടെ മുഖം മങ്ങി. ആദരിക്കപ്പെടുന്ന ഒരു കന്യാസ്ത്രീയായിട്ടും അരുണിന്റെ വീട്ടുകാർ അവരെ നോക്കിയത് പുച്ഛത്തോടെയായിരുന്നു. ഞങ്ങൾ അനാമികയെ ഒന്ന് കാണാൻ വന്നതാണ്, സിസ്റ്റർ സൗമ്യമായി പറഞ്ഞു. കണ്ടല്ലോ, ഇനി പോയിക്കോണം. ഇത് സത്രമൊന്നുമല്ല, നല്ല തറവാട്ടുകാർ താമസിക്കുന്ന വീടാണ്. അനാഥ പിള്ളാരെയും കൊണ്ട് ഇങ്ങോട്ട് വരരുത്, ദേവകിയമ്മ ആക്രോശിച്ചു. അനാമിക കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. അമ്മേ, ദയവ് ചെയ്ത് ഇങ്ങനെ പറയരുത്. അവർ കുറച്ച് വെള്ളമെങ്കിലും കുടിച്ചിട്ട് പോയിക്കോളും. അതൊന്നും പറ്റില്ല. നിനക്കിവിടെ വേലക്കാരിയുടെ സ്ഥാനമേ ഉള്ളൂ. നിന്റെ ആൾക്കാരെ സൽക്കരിക്കാൻ ഇവിടെ സൗകര്യമില്ല. ഇറങ്ങിപ്പോകാൻ പറ, ദേവകിയമ്മ തീർത്തും പറഞ്ഞു. മാളു പേടിച്ച് സിസ്റ്ററുടെ ഉടുപ്പിലൊളിച്ചു. സിസ്റ്റർ സൂസൻ അപമാനഭാരത്താൽ തലകുനിച്ചു. കർത്താവിന്റെ മണവാട്ടിയായിട്ടും മനുഷ്യരുടെ മുന്നിൽ അവർ അപമാനിക്കപ്പെട്ടു. കണ്ണു നിറഞ്ഞ് പോകാനായി തിരിഞ്ഞ സിസ്റ്റർ സൂസൻ ഒരു നിമിഷം നിന്ന് ദേവകിയമ്മയുടെ മുഖത്തേക്ക് നോക്കി. അവരുടെ കണ്ണുകളിൽ കണ്ണീരുണ്ടായിരുന്നെങ്കിലും ശബ്ദത്തിൽ ഉറപ്പുണ്ടായിരുന്നു. അമ്മേ, നിങ്ങൾ എന്നെ അപമാനിച്ചതിൽ എനിക്ക് വിഷമമില്ല. പക്ഷേ ഈ നിഷ്കളങ്കമായ പെൺകുട്ടിയെ നിങ്ങൾ വേദനിപ്പിക്കരുത്. അവൾ അനാഥയല്ല, ദൈവത്തിന്റെ മകളാണ്. പൊന്നും പണവുമല്ല വലുത്, സ്നേഹമുള്ള മനസ്സാണ്. ദേവകിയമ്മ പുച്ഛത്തോടെ മുഖം തിരിച്ചു. സിസ്റ്റർ തുടർന്നുകൊണ്ട് പറഞ്ഞു, ഒരു ദിവസം വരും, അന്ന് ഈ പെൺകുട്ടിയുടെ വില നിങ്ങൾ തിരിച്ചറിയും.
അന്ന് നിങ്ങൾ ഇതോർത്ത് ദുഃഖിക്കൂ. ഒരു കന്യാസ്ത്രീയുടെ കണ്ണുനീർ വെറുതെ ആവില്ല. ദൈവം എല്ലാം കാണുന്നുണ്ട്. അത്രയും പറഞ്ഞ് കരയുന്ന അനാമികയെ സിസ്റ്റർ ഒന്ന് നോക്കി. എന്നിട്ട് അവളോടായി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, നിന്റെ സ്വപ്നങ്ങളെ നീ മുറുകെ പിടിക്കണം. അത് നീ കൈവിടരുതും. അതും പറഞ്ഞ് സിസ്റ്റർ മാളുവിന്റെ കൈപിടിച്ച് പടിയിറങ്ങി. അനാമിക ഗേറ്റ് വരെ അവരെ നോക്കി നിന്നു. അവർ പോയതോടെ താൻ ആ വീട്ടിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടതുപോലെ അവൾക്ക് തോന്നി. പക്ഷേ സിസ്റ്ററുടെ വാക്കുകൾ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിന്നിരുന്നു. ദേവകിയമ്മയുടെയും ആശയുടെയും വാക്കുകൾ അമ്പുകൾ പോലെ അവളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചു. എന്നാൽ സിസ്റ്റർ പോകുമ്പോൾ പറഞ്ഞ വാക്കുകൾ, നിന്റെ സ്വപ്നങ്ങളെ മുറുകെ പിടിക്കണം, അത് അവൾക്ക് പുതിയൊരു ഊർജം നൽകി. പകൽ മുഴുവൻ അനാമിക ആ വീട്ടിലെ വേലക്കാരിയായിരുന്നു. തുണി കഴുകൽ, നിലം തുടയ്ക്കൽ, ആശയുടെയും ദേവകിയമ്മയുടെയും ആജ്ഞകൾ അനുസരിക്കൽ. എന്നാൽ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ആരും കാണാതെ അവൾ തന്റെ യഥാർത്ഥ ലോകത്തിലേക്ക് ഉണർന്നു. മുറിയിലെ വെളിച്ചം പുറത്തു കാണാതിരിക്കാൻ ജനലുകൾ കർട്ടൻ കൊണ്ട് മൂടി. അരുൺ വാങ്ങി നൽകിയ ലാപ്ടോപ്പ് അവൾ ശബ്ദമുണ്ടാക്കാതെ തുറക്കും. അനാമികയുടെ ലക്ഷ്യം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് നടത്തുന്ന അസോസിയേറ്റ് മെമ്പർഷിപ്പ് പരീക്ഷ പാസ്സാവുക എന്നതായിരുന്നു. കോളേജിൽ പോയി പഠിക്കാൻ കഴിയാത്തവർക്ക് ജോലി ചെയ്തുകൊണ്ട് തന്നെ ആർക്കിടെക്ട് ആകാൻ സാധിക്കുന്ന BArch ബിരുദത്തിന് തുല്യമായ അംഗീകാരമുള്ള കോഴ്സാണിത്. സ്ട്രക്ചറൽ ഡിസൈൻ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഹിസ്റ്ററി ഓഫ് ആർക്കിടെക്ചർ തുടങ്ങിയ വിഷയങ്ങൾ അവൾ സ്വയം പഠിച്ചു. ഓട്ടോകാഡ്, റെവിറ്റ് തുടങ്ങിയ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് അവൾ കെട്ടിടങ്ങളുടെ പ്ലാനുകൾ വരച്ചു പഠിച്ചു. ഉറക്കമില്ലാത്ത രാത്രികളിൽ അവൾ തന്റെ ലാപ്ടോപ്പ് സ്ക്രീനിൽ വലിയ മാളികകളും പരിസ്ഥിതി സൗഹൃദ വീടുകളും നിർമ്മിച്ചു. പകൽ സമയത്ത് ദേവകിയമ്മയുടെ ശകാരങ്ങൾ കേൾക്കുമ്പോഴും മനസ്സിൽ അവൾ കോൺക്രീറ്റിന്റെയും സ്റ്റീലിന്റെയും കണക്കുകൾ കൂട്ടുകയായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ ഗൾഫിൽ നിന്നും അരുണിന്റെ വിളികൾ കുറഞ്ഞു വന്നു. വിളിക്കുമ്പോഴൊക്കെ അവന്റെ ശബ്ദത്തിൽ എന്തോ ഒരു പതർച്ച അനാമിക ശ്രദ്ധിച്ചിരുന്നു. ഒരു ദിവസം രാത്രി അരുൺ വിളിച്ചപ്പോൾ അവൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അനാമിക, കാര്യങ്ങൾ അത്ര പന്തിയല്ല. ഞങ്ങളുടെ കമ്പനി വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പ്രോജക്റ്റുകൾ പലതും മുടങ്ങി. ശമ്പളം കിട്ടിയിട്ട് 2 മാസമായി. എനിക്ക് നാട്ടിലേക്ക് പണം അയക്കാൻ പറ്റുന്നില്ല. അനാമിക ഞെട്ടിപ്പോയി. എങ്കിലും അത് പുറത്തു കാട്ടാതെ അവൾ പറഞ്ഞു, അരുണേട്ടാ, പേടിക്കണ്ട, എല്ലാം ശരിയാകും. അവൾ അവനെ ആശ്വസിപ്പിച്ചു. പക്ഷേ പണം വരാതായതോടെ ദേവകിയമ്മയുടെ സ്വഭാവം കൂടുതൽ മോശമായി. അവൻ അവിടെ സുഖിച്ചു ജീവിക്കുന്നു, ഇവിടെ നമ്മൾ പട്ടിണി കിടക്കണോ? അവർ അരുണിനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങി. ഇതിനിടയിലാണ് അരുണിന്റെ സഹോദരി ആശയുടെ വിവാഹം ഉറപ്പിച്ചത്. സാമ്പത്തികമായി നല്ല നിലയിലുള്ള അറിയപ്പെടുന്ന ഒരു തറവാട്ടിലെ പയ്യനായിരുന്നു വരൻ. വിവാഹത്തിന് 100 പവൻ സ്വർണവും 20 ലക്ഷം രൂപയും സ്ത്രീധനമായി നൽകാമെന്ന് അരുണിന്റെ അച്ഛൻ നേരത്തെ വാക്ക് നൽകിയിരുന്നു. അരുൺ അയക്കുന്ന പണം കൊണ്ട് അത് നടത്താമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. അരുണിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം പണം എത്തിയില്ല. വിവാഹ തീയതി അടുത്തു. സ്വർണം വാങ്ങാൻ പണമില്ലാതെ അച്ഛൻ ഉഴറി. എന്റെ മോളുടെ കല്യാണം മുടങ്ങുമോ? നാട്ടുകാരുടെ മുന്നിൽ നമ്മ നാണം കെടുമോ? ദേവകിയമ്മ ബഹളം വെച്ചു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അരുണിന്റെ അച്ഛൻ വരന്റെ വീട്ടുകാരെ പോയി കണ്ടു. അദ്ദേഹം അവരോട് പറഞ്ഞു, വിചാരിച്ചതുപോലെ പണം എത്തിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ കയ്യിലുള്ള സ്വർണം വെച്ച് വിവാഹം നടത്താം. ബാക്കി തുക ഒരു 6 മാസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും തരാം. വരന്റെ വീട്ടുകാർ അല്പം നീരസത്തോടെയാണെങ്കിലും നിശ്ചയിച്ച വിവാഹമായതുകൊണ്ട് സമ്മതിച്ചു. അങ്ങനെ പറഞ്ഞ സ്വർണമില്ലാതെ കടബാധ്യതയുടെ നിഴലിൽ ആശയുടെ വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞ് ആശ ഭർത്താവിനോടൊപ്പം പോയി. വീട്ടിൽ ബാധ്യതകൾ മാത്രം ബാക്കിയായി. അരുണിന് ജോലി പോകുന്ന അവസ്ഥയാണെന്നും സാമ്പത്തികമായി തകർന്നു എന്നറിഞ്ഞിട്ടും ദേവകിയമ്മയുടെയും ആശയുടെയും മനോഭാവത്തിൽ മാറ്റമൊന്നും വന്നില്ല. ഇതൊക്കെ ഒരു ചെറിയ സമയം മാത്രം. എന്റെ മോൻ തിരിച്ചു കയറും. ഇതൊരു താൽക്കാലിക ബുദ്ധിമുട്ട് മാത്രമാണ്, അവർ സ്വയം പറഞ്ഞ് വിശ്വസിച്ചു. അപ്പോഴും അവർ അനാമികയെ കുറ്റപ്പെടുത്തി. നീ ഈ വീട്ടിൽ കയറി വന്ന സമയം മോശമാണ്. അതാണ് എന്റെ മോൻ അവിടെ ജോലിയിൽ പ്രശ്നം വന്നത്. നീ കാല് കുത്തിയപ്പോൾ ഐശ്വര്യം പോയി. അനാമിക ഒന്നും മിണ്ടിയില്ല. അവളുടെ മറുപടി വാക്കുകളിലല്ല, മറിച്ച് അവളുടെ ലാപ്ടോപ്പിലെ ഫൈനൽ പ്രോജക്ട് ഫയലിലായിരുന്നു. അരുൺ നേരത്തെ അയച്ചു തന്ന പണവും തന്റെ ചെറിയ സമ്പാദ്യവും ചേർത്ത് അവൾ AIIAയുടെ ഫൈനൽ പരീക്ഷയ്ക്കുള്ള ഫീസ് ഇതിനകം അടച്ചിരുന്നു.
ലോകം അവളെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അവൾ ജയിക്കാനുള്ള പ്ലാൻ വരയ്ക്കുകയായിരുന്നു. ഈ പരീക്ഷണത്തിൽ വിജയം ആർക്കൊപ്പമായിരിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മിസ്സാകാതിരിക്കാൻ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.